പട്ടികവർഗ വിഭാഗങ്ങളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി നിരവധി പദ്ധതികളാണ് ഓരോ സർക്കാരുകളും നടപ്പാക്കിയിട്ടുള്ളത്. ഇതിനായി ചെലവഴിക്കുന്നതോ കോടികളും. എന്നാൽ ഈ പണത്തിന്റെ കൃത്യമായ കണക്കുകളൊന്നും പട്ടികവർഗ വികസന വകുപ്പിന്റെ പക്കലില്ല എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന സത്യം. കണ്ണൂർ, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ചെലവഴിച്ച തുകയുടെ വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നിന്നുമാണ് കൃത്യമായ കണക്കുകൾ ലഭിച്ചത്. ബാക്കി ജില്ലകളിൽ നിന്നാകട്ടെ ചിലവഴിച്ച പണത്തിന്റെ യാതൊരു കണക്കുകളും ലഭ്യമല്ല. കഴിഞ്ഞ 11 വർഷം സംസ്ഥാനത്ത് മൊത്തം ആദിവാസി വിഭാഗങ്ങൾക്കായി 2038 കോടി രൂപ ചെലവഴിച്ചു എന്ന് വിവരാവകാശ രേഖയിൽ പറയുന്നു. അട്ടപ്പാടിയിൽ മാത്രമായി 41 കോടി രൂപയും ചെലവഴിച്ചു. എന്നാൽ ഇത്രയധികം രൂപ ചെലവഴിച്ചിട്ടും ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ എന്തൊക്കെ മാറ്റമുണ്ടായി എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എത്ര രൂപ ഇവർക്ക് ചെലവഴിച്ചു, എത്ര രൂപ പാസ്സാക്കി എന്നില്ല എൻ്റെ ഒരു കണക്കോ അല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ ഇവരെ എത്ര കുടുംബങ്ങൾ ഇവിടെ കേരളത്തിലുണ്ടെന്നോ ഇല്ലൊരു കണക്കോ ഇവർക്കില്ല. ഒരു വകുപ്പും ഒരു മന്ത്രിയും അതിന് 100 കണക്കിന് ഉദ്യോഗസ്ഥന്മാരും ഓഫീസുകളും ഇന്ന് കേരളത്തിലുണ്ട്. ഇവരെത്ര പേര് രക്ഷപ്പെട്ടു, എത്ര കോടി രൂപ ഇതിന് ചെലവഴിച്ചു? പല പദ്ധതികളിലും അനുവദിച്ച തുകയുടെ പകുതി പോലും ചെലവഴിച്ചിട്ടില്ല എന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാണ്. ഫെലിക്സ്, റിപ്പോർട്ടർ, വയനാട്.